ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഹൈക്കോർട്ട് ഓഫ് കേരള ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. 14/2024 അതുപോലെ തന്നെ 15/2024 കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 തസ്തികയാണ്. 27,900 മുതൽ 63,700 വരെയൊക്കെ സാലറി ലഭിക്കുന്ന നല്ലൊരു പോസ്റ്റാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓൺലൈനായിട്ടാണ് അപേക്ഷ അയക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നമുക്ക് ടെലഗ്രാം ചാനൽ കൂടി ഉണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ ഇതൊരു നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. 14/2024 വന്നിരിക്കുന്നത് NCA നോട്ടിഫിക്കേഷനാണ്. അതിലേക്ക് മുസ്ലിംസ് ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ്. 15/2024 അതിലേക്ക് വന്നിരിക്കുന്നത് 11 വേക്കൻസിയാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേക്കൻസിയൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. റെഗുലർ വേക്കൻസി ആയിട്ട് തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് ഏജ് വന്നിരിക്കുന്നത് 2/1/1988 1/1/2006 രണ്ട് ഡേറ്റ് ഓഫ് ബർത്തുകൾക്കിടയിൽ ജനിച്ചിട്ടുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷത്തെയും OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷത്തെയും വയസ്സളവൊക്കെ ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷനായിട്ട് ചോദിച്ചിരിക്കുന്നത് +2 അല്ലെങ്കിൽ ഇക്വാലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതോടൊപ്പം KGTA ഹയർ ഇൻ ടൈപ്പ് റൈറ്റിംഗ് കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ടത് ചോദിച്ചിട്ടില്ല. ഇതാണ് ഇതിലേക്ക് മെയിനായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എക്സാം ഉണ്ടാവും. അതിനുശേഷം ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ 75 മിനിറ്റിൻ്റെ എക്സാം ആയിരിക്കും. OMR ബേസ്ഡ് എക്സാം ആയിരിക്കും. അതിലേക്ക് വന്നിരിക്കുന്ന സിലബസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ജനറൽ നോളജ് ഉണ്ടാവും, കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉണ്ടാവും, കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, ജനറൽ ഇംഗ്ലീഷൊക്കെ ഉണ്ടാവും. 50 മാർക്കിൻ്റെ ആയിരിക്കും കമ്പ്യൂട്ടർ പ്രൊഫഷൻസി. GK ആണെങ്കിലും അതോടൊപ്പം GKയും കറണ്ട് അഫയേഴ്സും 30 മാർക്കിന് ഉണ്ടാകും. ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കിനും ഉണ്ടായിരിക്കുന്നതാണ്. ടൈപ്പ് ഇൻ ടെസ്റ്റിലേക്ക് ടൈപ്പ് ടെസ്റ്റ് വിൽ ബി കണ്ടക്റ്റഡ് ഓൺലി ടു ദോസ് കാൻഡിഡേറ്റ്സ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്കൊക്കെ ആയിരിക്കും ടൈപ്പ് ഇൻ ടെസ്റ്റ് ഉണ്ടാവുക. 500 രൂപയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന അപേക്ഷാ ഫീസ്. SC ST അതുപോലെ തന്നെ അൺഎംപ്ലോയിഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ആർ അതായത് അവർക്കൊക്കെ ഇതിലേക്ക് ഫീസ് അടക്കേണ്ടതായിട്ടില്ല. മറ്റ് OBC EWS ജനറൽ കാൻഡിഡേറ്റ്സിൽ വരുന്നവർക്ക് ഇതിലേക്ക് അപേക്ഷാ ഫീസായിട്ട് 500 രൂപ അടക്കേണ്ടതായിട്ട് വരും. ഇതാണ് ഇതിലേക്ക് മെയിനായിട്ട് വന്നിരിക്കുന്ന കണ്ടൻസ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപേക്ഷ അയക്കേണ്ടത് 9/12/2024 മുതൽ 6/1/2024 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഫീ പേയ്മെൻറ്റിൻ്റെ അവസാന തീയതി വന്നിരിക്കുന്നത് 9/1/2025 ആണ്. അവസാന തീയതി വന്നിരിക്കുന്നത് 6/1/2025 ആണ്. അതോടൊപ്പം ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഓഫ്ലൈനായിട്ട് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അവസാന തീയതി വന്നിരിക്കുന്നത് 15/1/2025 ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ സിലബസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷൻ്റെ. അത് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വായിച്ചു നോക്കുക. മാർക്കിൻ്റെ ഡീറ്റെയിൽസ് അടക്കം ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം. അതുവരെ ബൈ.